ജയറാം, ഇപ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ബഹിരാകാശ മേഖലയിലേക്ക് എത്തുന്ന ഇന്ത്യൻ പൗരനായി ശുഭാംശു മാറുകയാണ്. അതിലൂടെ നിരവധി പ്രതീക്ഷകൾ നമുക്കുള്ളതാണ്. പ്രധാനമായും ഇന്ത്യ ISRO ശുഭാംശുവിലൂടെ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതല്ലാതെ അതിലുപരിയായി മറ്റെന്തൊക്കെയാണ് ഇനി നമുക്ക് നേടാനായി സാധിക്കുന്നത്? നമസ്കാരം എല്ലാവർക്കും. ഇതിലെ ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാവിധ പഠനങ്ങളും അതായത് ഹ്യൂമൻ ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സിമുലേഷൻ ബേസ്ഡ് ആണ്. അതായത് നമ്മൾ കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ അല്ലെങ്കിൽ മെഷർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ബട്ട് there will be some disconnect between the real thing and the simulated ones. അപ്പോൾ ശുഭാംശുവിന് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റിയൽ ലൈഫ് സീനാരിയോസ് ആക്ച്വലി ഒരു മൈക്രോഗ്രാവിറ്റി എൻവിറോൺമെന്റൽ സ്പേസിൽ എന്തിനെ നടക്കുന്നു, ലിഫ്റ്റ് ഓഫ് യൂസിങ് ദ ഡ്രാഗൺ ക്യാപ്സ്യൂൾ, അവിടെ ട്രാവൽ ചെയ്യുക, മറ്റേ ഇന്റർനാഷണൽ ആസ്ട്രോനോട്ട്സുമായി കൊളാബറേറ്റ് ചെയ്യുക, മിഷൻ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെ റിയൽ ടൈം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത്. ട്രെയിനിങ്ങിൽ കിട്ടുന്ന പരിചയവും നമ്മൾ ശരിക്കും സ്വന്തമായി ചെയ്ത് ഉണ്ടാവുന്ന അനുഭവങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ്. അപ്പൊ ഇത് നമ്മളെ ഗഗയാൻ മിഷനോട് അനുബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഭാവിയിലുള്ള ഹ്യൂമൻ സ്പേസ് മിഷൻസിന് ഉള്ള ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ ഇതിൽ അദ്ദേഹത്തിന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കോൺഫിഡൻസ് ബിൽഡിംഗ് ഈസ് വൺ തിങ്, ആൻഡ് കമ്മിങ് ടു ദ റിയൽ ലൈഫ് ഹാൻഡ്ലിംഗ് ഓഫ് ദ മിഷൻ. ഇപ്പൊ നമ്മുടെ ഗഗനാനൊക്കെ അദ്ദേഹമാണ് ഇനി നേരിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോ റിയൽ ലൈഫ് എൻവിറോൺമെന്റിലും ISS പോയിട്ടുള്ള എൻവിറോൺമെന്റിലും അദ്ദേഹത്തിന് നല്ലൊരു ട്രെയിനിങ് കിട്ടും. അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അത് കൂടാതെ ഇന്റർനാഷണൽ കൊളാബറേറ്റ് ചെയ്ത് ഫർദർ സ്പേസ് എക്സ്പ്ലോറേഷൻ ബിയോണ്ട് മൂൺ ആൻഡ് ഓൾ ലാൻഡിങ്, അങ്ങനത്തെ ഇൻസൈറ്റ് ടു മാനുഫാക്ചറിങ്, ഇൻസൈറ്റ് ടു റിസോഴ്സ് മൊബിലൈസേഷൻ ഇൻ സ്പേസ്, ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അപ്പോൾ ദ സ്പേസ് ഈസ് ഗോയിങ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ഇൻ എ ബിഗ് വേ ഇൻ ഫ്യൂച്ചർ. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മളുടെ മാൻഡ് മിഷനിലേക്കുള്ള മഹത്തായ ഒരു കാൽവെപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിന് നമുക്ക് റിട്ടേൺസ് വളരെയധികം കൂടുതലുണ്ടായിരിക്കും. കാരണം റിയൽ ലൈഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുക, റിയൽ ലൈഫ് സിനാരിയോസ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞത് അത് നോബഡി വിൽ ഗിവ് യു ദാറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ് യു ഹാവ് ടു റിയലി ഗോ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് കം ബാക്ക്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഔട്ട്കം ഓഫ് ദിസ് ആക്ടിവിറ്റി എന്ന് ഞാൻ പറയുന്നത്, മനസ്സിലാക്കുന്നത്.